ഗൈസ്, ഇന്ന് നമുക്കൊരു തക്കാളി ചോറ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടത് 5 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. തക്കാളിയിൽ പകുതി എടുത്ത് മിക്സി ജാറിലിട്ട് നന്നായി പേസ്റ്റ് ആക്കുക. ബാക്കി വരുന്ന തക്കാളി, സവാള, പച്ചമുളക് കട്ട്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നുറുക്കി വെച്ച് സവാള കരുകിരിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. 2 കറിവേപ്പില തണ്ട് ഇടുന്നുണ്ട്. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചതും മിക്സി ജാറിലിട്ട് അരച്ച് വെച്ചതുമായ തക്കാളീൻ്റെ അടുത്ത് ഇതിലേക്ക് കൊട്ടുക. അത് നന്നായി വെള്ളത്തിൻ്റെ അംശമെല്ലാം ഫുള്ള് പോകുമ്പോഴേക്കും ഉപ്പും മുളക് പൊടിയും ഇട്ട് നന്നായി ഈ പരുവത്തിലാക്കിയെടുക്കുക. ഇത് ആറിയതിന് ശേഷമാണ് നമ്മൾ ചോറ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും നമുക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നുറുക്കി വെച്ച് സവാളേനെ കൊണ്ട് ഒരു ചെറിയ ബെഡ് ഉണ്ടാക്കുക. അതിലേക്ക് നമ്മൾ സവാള നന്നായി വഴന്ന് വരുമ്പോൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇടുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കണം. ഗരം മസാല ആവശ്യമുള്ളവർക്ക്, ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് കുറച്ചും കൂടെ ചേർക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടേനെ ഫുള്ളും പരത്തിയിടുക അതിലേക്ക്. അപ്പം എനിക്ക് എരിവ് പോരാന്ന് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടെ മുളക് പൊടി ഇതിൻ്റെ മേലേക്ക് ഇടുന്നുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തക്കാളി ചോറ് റെഡിയാക്കാൻ തുടങ്ങാം. ചീനച്ചട്ടിയിൽ നമ്മുടെ മിക്സ് നന്നായി ആറിയുണ്ട്. അതിലേക്ക് ചോറ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. തക്കാളി ചോറ് റെഡി. ഇതിനു മുമ്പ് ഞാൻ ചീനച്ചട്ടിയിൽ തക്കാളി ഇട്ട് വഴറ്റുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഗൈസ്. വീഡിയോ ഓൺ ചെയ്യാൻ ഞാൻ മറന്നുപോയി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റ ബൈ ബൈ.